ചേംബറിലും ഇതിലൊക്കെ ഉണ്ട്. നമ്മള് ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനും ഗോകുലത്തിൽ നമുക്ക് വളരെ ചെറിയ ശമ്പളത്തിന്, ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഗോകുലും, ഞാൻ, എന്റെ അറിവിൽ എന്റെ ചേട്ടൻ. അപ്പൊ എനിക്ക് ഇവരുടെയൊക്കെ ശമ്പളമൊക്കെ എനിക്ക് ഏകദേശം അറിയാം. ഗോകുൽ എന്ത് വാങ്ങുന്ന, ചേട്ടൻ വാങ്ങുന്നറിയാം. അത് കമ്പയർ ടു നമ്മളെ മുന്നേ ശേഷം വന്ന ആൾക്കാരായിക്കോട്ടെ, അതിന്റെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മലയാളം പൊതുവെ ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മള് OTT എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ റവന്യൂ വരുന്നു, സാറ്റലൈറ്റ് വരുന്നു. ഈ OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് പിന്നീട് ആക്ടേഴ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ബേസ് ചെയ്തിട്ടാണ് കുറെ ആൾക്കാർ ആഫ്റ്റർ കൊറോണ ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ, എന്റെ അറിവിൽ ഒരുപാട് പേര് ഹൈക്ക് ചെയ്തു. പക്ഷെ അത്രമാത്രം ഈ കൺവേർഷൻ ഒന്നും തിയേറ്ററിൽ നിന്ന് കിട്ടുന്നില്ല ഇപ്പോ. കാരണം എല്ലാവരും OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ OTT സിനിമ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ആ കൺവേർഷൻ തിയേറ്ററിൽ നടക്കാത്തിടത്തോളം ചെറിയൊരു ക്രൈസിസ് ഉണ്ട്.